SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ആദ്യം നോക്കേണ്ടത് എത്രയാണ് വേക്കൻസി. ഇപ്രാവശ്യം വന്നിരിക്കുന്ന വേക്കൻസി 1500 വേക്കൻസിയാണ്. സോ ഫസ്റ്റ് ഇൻഫർമേഷൻ എത്രയാണ് വേക്കൻസി എന്നുള്ളതാണ്. 1500 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നോക്കൂ, 18/6/2026 മുതൽ 8/7/2026 വരെ. ഈ മാസം 18 തീയതി മുതൽ അടുത്ത മാസം 8 തീയതി വരെയാണ് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഡേറ്റ്. അപ്പൊ രണ്ട് ഇൻഫർമേഷൻ കിട്ടി. ഒന്ന് അപ്ലൈ ചെയ്യാവുന്ന ഡേറ്റ്, അപ്പൊ അത് ഓർക്കുക. അതുപോലെ തന്നെ എത്രയാണ് ടോട്ടൽ വേക്കൻസി എത്രയാണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഓക്കെ, നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് എലിജിബിലിറ്റി, എന്താണ് എലിജിബിലിറ്റി പോലെയുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ ആണ് ഇത് കേട്ടോ, നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷന്റെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് എക്സാമിനേഷൻ, അത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോക്കാം. ഇതാണ് വേക്കൻസി, ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഓരോ കാറ്റഗറി വൈസ് വേക്കൻസികൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എത്രയാണ് വരുന്നത്? SC വരുന്നത് 234 ആണ്, ST വരുന്നത് 144 ആണ്, OBC വരുന്നത് 390 ആണ്, EWS വരുന്നത് 144 ആണ്, UR വരുന്നത് 588 ആണ്. അങ്ങനെ ടോട്ടൽ ആണ് 1500 വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ വേക്കൻസിയുടെ കാറ്റഗറി വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്തത് പറഞ്ഞു തരാനുള്ളത് ഡേറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഞാൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നോക്കൂ, ഇപ്പൊ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് 8/6/2026 മുതൽ 8/7/2026 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഓൺലൈൻ പ്രിലിംസ് എക്സാം എന്നാണ് നടക്കുന്നത്? ഒരു മന്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2026. ഈ വർഷം ഓഗസ്റ്റ് 2026 പ്രിലിംസ് എക്സാം നടക്കുന്നത്. സോ അതുപോലെ തന്നെ പ്രിലിംസിന്റെ ഡേറ്റ് കിട്ടി. ഇനി നമുക്ക് മെയിൻസിന്റെ എക്സാമിന്റെ ഡേറ്റ് അറിയണം. എന്നാണ്? സെപ്റ്റംബർ 2026 കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മെയിൻസിന്റെ എക്സാം നടക്കുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ അതേപോലെ തന്നെ ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കും. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു എക്സാമിനേഷൻ ട്രെയിനിങ് ഒക്കെ ഒരു ജൂലൈ സെപ്റ്റംബർ 2026 ആണ് ടയർ 2 വരുന്നത്. ടയർ 1 വരുന്നത് ഓഗസ്റ്റ് 2026. അപ്പൊ ഈ ഡേറ്റുകൾ പിന്നെ ഓരോരോ ആക്ടിവിറ്റീസിന്റെ ഡേറ്റുകളാണ്. അപ്പൊ മെയിൻലി നിങ്ങൾ ഇപ്പൊ പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് ഓർത്ത് നോക്കുക. എന്താണ്? ഓഗസ്റ്റ് 2026 പ്രിലിംസും മെയിൻസ് വരുന്നത് സെപ്റ്റംബർ ഭാഗം. അപ്പൊ ഏകദേശം നമുക്കൊരു 3 മാസം സമയമാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം ഈ വീഡിയോയിൽ അങ്ങ് പറഞ്ഞു പോവാം. അപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് കിട്ടി? ഡേറ്റ് കിട്ടി, ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി കിട്ടി. പിന്നെന്താണ് അറിയേണ്ടത്? അടുത്തത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ ഇനിഷ്യേറ്റീവ്, ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 750 ആണ്. ആർക്കൊക്കെ അടയ്ക്കണം? UR കാറ്റഗറി അടയ്ക്കണം, EWS അടയ്ക്കണം, OBC കാൻഡിഡേറ്റ്സ് എല്ലാം 750 വെച്ച് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒഴിവാക്കിയിട്ടുള്ളത് SC ST ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ 750 ഒഴിവാക്കിയിട്ടുള്ളത്. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തത് സബ്ജക്റ്റുകൾ. ഇതാണ് പ്രിലിംസ് എക്സാമിന് വരുന്ന ടോപ്പിക്കുകൾ. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന 3 സബ്ജക്റ്റുകൾ. ഒന്ന് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, അതുപോലെ റീസണിങ്. ഇത് തന്നെയാണ് പ്രിലിംസ് എക്സാമിന് വരുന്നത്. 40 മാർക്സ് ആണ് ഇംഗ്ലീഷിന് വരുന്നത്. 20 മിനിറ്റ്സ് ടൈം സ്ലോട്ട് ആയിരിക്കും വരുന്നത്. 30 മിനിറ്റ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിന് വരുന്നത്. 20 മിനിറ്റ്സ് ടൈം സ്ലോട്ട് ഉണ്ട്. 30 മിനിറ്റ്സ് റീസണിങ്, 20 മിനിറ്റ്സ് ടൈം സ്ലോട്ട്. അങ്ങനെ ടോട്ടൽ 1 അവർ നടക്കുന്ന പ്രിലിംസ് എക്സാം. അതിൽ നിന്ന് 100 മാർക്സിനാണ് 1 അവർ 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് മാത്രം കണ്ടാൽ മതി. ഈ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈഡ് ആകുന്ന ആളുകൾക്ക് എന്തുണ്ട്? എല്ലാവർക്കും അറിയാം എന്തുണ്ട്? മെയിൻസിന്റെ എക്സാം ഉണ്ട്. മെയിൻസിന്റെ എക്സാം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം പല കണ്ടീഷൻസ് പിന്നെയും വരുന്നുണ്ട്. എന്താണ്? നമ്മുടെ സബ്ജക്റ്റുകൾക്ക് കുറച്ച് വ്യത്യാസം, അതായത് ജനറൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ് പോലെയുള്ള ടോപ്പിക്കുകൾ ആഡപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടയർ 1 കഴിഞ്ഞിട്ടേ എന്ത് വരുന്നുള്ളൂ? ടയർ 2 വരുന്നുള്ളൂ. അതിനകത്ത് വരുന്നത് സബ്ജക്റ്റ് ഇത് തന്നെയാണ്, റീസണിങ് തന്നെ വരുന്നുണ്ട്. അതുപോലെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് ബാങ്കിങ് അവയർനെസ് ഏരിയ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റുകൾ ബാങ്കിങ് അവയർനെസ് ആൻഡ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തിനകത്ത് ടയർ 2 വരുമ്പോഴത്തേക്കുള്ള
പ്രത്യേകത. അപ്പൊ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. പ്രധാനമായിട്ടും ബാങ്കിങ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഈ 3 സബ്ജക്റ്റുകൾക്ക് തന്നെയാണ് വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ എന്താണ് വേറെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ്? ഓക്കെ, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമിനേഷൻ സെന്റേഴ്സിനെ പറ്റിയും ഒക്കെയാണ്. പിന്നെ വരുന്നത് ജോയിനിങ് ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാം? ഈ ഒരു സൈറ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഡേറ്റ് മറക്കണ്ട, 18/6/2026 മുതൽ 8/7/2026 വരെയാണ് ഓൺലൈൻ ആയിട്ട്. അതിന് വേണ്ട ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ് ഷുഡ് വാലിഡ് ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാനുള്ളത്, എന്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നു? SBI POയുടെ നോട്ടിഫിക്കേഷൻ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ. ബാങ്കിങ് എക്സാമുകൾക്ക് കാത്തിരുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് SBI PO. അതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, ലൈവ് ആയിരിക്കുകയാണ്. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി എത്രയാണ്? 1500 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എക്സാം, പ്രിലിംസ് എക്സാം ഓഗസ്റ്റോട് കൂടി കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം മെയിൻസ് നടക്കുന്ന എന്നാണ്? സെപ്റ്റംബറിലേക്കാണ്. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ബാങ്കിങ് എക്സാം സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഈ 3 സബ്ജക്റ്റ് ആണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രിലിംസ് എക്സാംസിനും മെയിൻസ് എക്സാംസിനും വേണ്ടി നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.